ആദം നിഹയെ അന്വേഷിച്ചു അവിടെ മുഴുവനും അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരു മരത്തിന് കീഴെയായി ദേഹം മുഴുവൻ കാട്ടുവള്ളികൾ ചുറ്റി പിണഞ്ഞ് ബോധം മറിഞ്ഞു കിടക്കുന്ന നിഹയെ കണ്ടതും ആദം ഓടിച്ചെന്ന് അവളുടെ ദേഹത്ത് നിന്നും വള്ളികളൊക്കെയും അവൾക്ക് വേദനിക്കാത്ത പോലെ പതിയെ വലിച്ചെടുത്തു. അവളെ നെഞ്ചോടടുപ്പിച്ചു, നെറുകയിൽ ചുംബിച്ചു. ശ്വാസം ഒന്ന് നേരെ വിട്ടു. ശേഷം അവളെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്ന് കണ്ടതും ഒരു നിമിഷം അവൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി. അവനവളുടെ പൾസ് ലെവൽ നോക്കി. ശേഷം നെഞ്ചിൽ കൈവച്ചു ഹൃദയമിടിപ്പുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തി. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന നിഗമനത്തിലെത്തിയ ആദം അവളെയും കൈകളിലെടുത്ത് അരുവിയുടെ അരികിലേക്ക് ഓടുകയായിരുന്നു. അവളെ അരുവിയോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് പതിയെ കിടത്തി. ശേഷം അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. എന്നിട്ട് അവൾ ഉണരുന്നില്ല എന്ന് തോന്നിയതും ആദം അവളുടെ നെഞ്ചത്ത് തൻ്റെ ഇരുകയും ചേർത്ത് വെച്ച് നെഞ്ച് ശക്തിയോടെ പ്രസ് ചെയ്തു അവളുടെ ശ്വസന പ്രക്രിയ വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവളുടെ അവസ്ഥയിൽ അവൻ്റെ ഹൃദയം ആർത്ത് കരയുമ്പോൾ ബുദ്ധി അവനെ പരിഹസിച്ചു. ഇതിന് മാത്രം ദുഃഖിക്കാൻ അവൾ നിന്റെ ആരാണെന്ന ചോദ്യം ബുദ്ധി ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെൻ്റെ കടമ മാത്രമാണെന്നും പറഞ്ഞവൻ പിന്നെയും തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചു. ആ വായും മൂക്കും പൊത്തിപ്പിടിച്ച മതി ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവം കഴിഞ്ഞു കിട്ടും. ഒരു കുഞ്ഞു പോലും അറിയില്ല. ആക്സിഡൻറ്റിൽ മരിച്ചുവെന്നും എല്ലാവരും കരുതിക്കോളും. നിന്റെ ഉള്ളിലെ പക തീർക്കാൻ ഇതുപോലൊരവസരം കിട്ടാനില്ല. ബുദ്ധി പിന്നെയും അവൻ്റെ ഹൃദയത്തിൽ തീ കോരിയിട്ട് കൊണ്ടിരുന്നു. ഇല്ല, എൻ്റെ പകയും പ്രതികാരവും ഇതുപോലെ തീർക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. സ്വമനസാലെ ഇവൾ മനസ്സും ശരീരവും എനിക്ക് സമർപ്പിച്ചു. എൻ്റെ പ്രണയത്തിൽ വെന്തുരുകി എന്നോടൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ടു. ഞാനില്ലാതെ അവളില്ല എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ അറിയിക്കും ഞാൻ ആരാണെന്നും എൻ്റെ ഉദ്ദേശം എന്താണെന്നും. അന്നവൾ ചങ്ക് തകർന്നു നിൽക്കുന്ന ആ കാഴ്ച ഞാൻ കൺകുളിരെ കണ്ട് ആർത്തു ചിരിക്കും. അതുവരെ താൻ ഇതുപോലെ സ്നേഹനിധിയായ ഭർത്താവായിരിക്കുമെന്നും എനിക്കറിയാം എന്ത് വേണമെന്നും എന്നും പറഞ്ഞവൻ തൻ്റെ ബുദ്ധിയെ ശാസിച്ചു നിർത്തി. അപ്പം നിഹ എന്ന പ്രണയ ലോകത്ത് അലിഞ്ഞു ചേരാൻ വെമ്പി നിൽക്കുന്ന തൻ്റെ ഹൃദയത്തെ നിഹ തൻ്റെ ഇര മാത്രമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഒന്ന് ചുമച്ചുകൊണ്ട് അവൾ ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. പതിയെ പതിയെ ശ്വാസോച്ഛ്വാസം പൂർവ്വസ്ഥിതിയിലായതും ആദമിൻ്റെ കണ്ണുകൾ വിടർന്നു. ഹൃദയത്തിൽ തണുപ്പ് പടർന്നു. മുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ടതും നിഹ കണ്ണു നിറച്ചു അവനെ നോക്കി. അന്നേരം അവൻ അവളെ തൻ്റെ നെഞ്ചോരം അണച്ചു പിടിച്ചു. നിഹ, ആര് ഓക്കെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ കവിളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സാറിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? നിഹയുടെ മറുപടി അവനെ ഞെട്ടിച്ചു. നിഹ, ഞാൻ നിന്നെ നീയപ്പോ ആദത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു തുടങ്ങി. സാറിനറിയോ, എന്തോ വലിയ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. പിന്നെ സാറിനെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് തള്ളിയിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാർ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നോർത്ത് എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു കേട്ടോ. അവിടെ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുമ്പോൾ എൻ്റെ ശരീരത്തിന് തീരെ ഭാരമില്ലാത്തതുപോലെ ഒരു തോന്നൽ. ഒടുവിൽ ഞാൻ എവിടെയോ ചെന്ന് നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു. അപ്പം തന്നെ എൻ്റെ കണ്ണുകൾ താൻ അടഞ്ഞു പോയിരുന്നു. ഞാൻ കരുതി ഞാൻ മരിച്ചുന്ന്. നിഹ വേദനയോടെയാണ് അത്രയും പറഞ്ഞത്. നിഹ, ഞാൻ നിന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് നീ കരുതിയില്ലേ? അത്രത്തോളം ക്രൂരനാണല്ലേ ഞാൻ? എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്. കൊള്ളാം, സന്തോഷം. ഇതിൽ പരം ഒരു ഭർത്താവിന് എന്ത് വേണം? അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. നിഹ, നിനക്കറിയോ, അമിത വേഗതയിൽ എതിരെ വന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വണ്ടി ഒന്ന് വെട്ടിച്ചതാ. പിന്നീട് വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടു. മരത്തിൽ ചെന്നെടുക്കുന്നതായപ്പോൾ ഡോറും തുറന്ന് പുറത്ത് ചാടുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ മരിച്ചാലും നിനക്കൊന്നും പറ്റല്ലേ എന്നായിരുന്നു മനസ്സ് നിറയെ. വെള്ളത്തിലേക്ക് വീണതുകൊണ്ടാവാം ഒരു അപകടവും കൂടാതെ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് നിനക്ക് വേണ്ടി മണിക്കൂറുകളോളം ഞാൻ ഇവിടെ അലഞ്ഞു നടന്നു. ഒടുവിൽ നിന്നെ കണ്ടെത്തിയപ്പോഴാണ് ശ്വാസം നേരെ ഒന്ന് വീണത്. പിന്നെ നീ ഇപ്പോൾ കണ്ണ് തുറക്കുന്നത് വരെ ഞാൻ അനുഭവിച്ച വേദന, അതൊന്നും നിനക്കെന്നല്ല, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ടിപ്പോൾ എന്നോട് നീ ചോദിച്ചത് കേട്ടില്ലേ, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാണെന്ന്? എനിക്കിത് തന്നെ വേണം. അവളുടെ തൊട്ടരികിലിരുന്ന് എങ്ങോട്ടോ മിഴികൾ ഊന്നിക്കൊണ്ടവൻ പറഞ്ഞു. അവനത് ശരിക്കും ഹൃദയത്തിൽ കൊണ്ടുവന്നൊരു തോന്നലിൽ നിഹ അവനെ തന്നെ നോക്കിയിരുന്നു. കാര്യങ്ങളൊന്നും അറിയാതെ താൻ എന്തൊക്കെയാ പറഞ്ഞത് എന്നോർത്ത് അവളുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. ഒപ്പം അവൻ്റെ ഇരുത്തം കണ്ടപ്പോൾ നല്ല സങ്കടവും തോന്നി. സാർ, ഞാൻ അറിയാതെ, സോറി സാർ. അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. സാർ,
അവൾ അവൻ്റെ തോളിൽ പതിയെ കൈവച്ച് വിളിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. സാർ, പിണക്കാണോ? ഞാൻ പറഞ്ഞല്ലോ ഒരബദ്ധം പറ്റിയതാണെന്ന്. സോറി. നിഹ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. ആർക്ക് വേണം നിന്റെ സോറി? അബദ്ധം എനിക്കാ പറ്റിയേ. അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്താൻ പാടില്ലായിരുന്നു. എന്നെയാണോ സാർ അട്ടയെന്ന് ഉദ്ദേശിച്ചത്? അതെന്താ, എനിക്കും അട്ടയ്ക്കും ഒരേ ചായാണോ? നിന്നെ അട്ടയെന്നല്ല വിളിക്കേണ്ടേ. ദേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. എൻ്റെ വീടിൻ്റെ വിൻഡോ ഗ്ലാസ് പൊട്ടിച്ചു, വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചു. എൻ്റെ ആയ അന്ന് തുടങ്ങിയതാ എൻ്റെ കുറ്റം പറച്ചിൽ. എൻ്റെ കഴുത്തിന് പിടിച്ചു, കവിളിലേക്ക് ചവിട്ടി, എന്തിനെൻ്റെ കൈയൊടിക്കാൻ കൊട്ടേഷൻ വരെ കൊടുത്തു. അതൊക്കെ ഞാനും ക്ഷമിച്ചു. അതിനിടയിൽ നിന്റെ ഡിസൈനറോട് എവിടെയോ ഒരു മതിപ്പ് തോന്നിപ്പോയി. പിന്നീട് ഒറ്റ രാത്രി കൊണ്ട് നീ കമ്പനിയിലെ മെയിൻ ഡിസൈനറായും എൻ്റെ ഭാര്യയായും മാറിയില്ലേ? അപ്പോഴും നിന്നോട് സ്നേഹത്തോടെ മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. ഓരോ തവണ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തുറന്നു കാട്ടുമ്പോഴും നിനക്ക് പുല്ലുവില്ല, ഒപ്പം ഒരു ലോഡ് പുച്ഛവും. നിർത്തി, എല്ലാം നിർത്തി. ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. എന്നെ വിട്ട് നിനക്ക് പോവണം എന്നുണ്ടെങ്കിൽ പോവാം, ഞാൻ തടയില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എത്രയോ പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരുത്തിയോടും തോന്നാത്ത ഒരിഷ്ടം, അല്ലെങ്കിൽ പേരറിയാത്ത എന്തോ ഒരു വികാരം, അത് നിന്നോട് തോന്നിപ്പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ മണ്ടത്തരം. ഇഷ്ടം തോന്നാൻ മാത്രം എന്ത് വാഴയ്ക്കാ നിനക്കല്ലേ? എന്തുണ്ടാവാൻ? ഒരു കുന്തവുമില്ല എന്നും പറഞ്ഞവൻ ദേഷ്യത്തോടെ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റു ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. ശേഷം അവൻ അവളെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് നടന്നു. അയ്യോ, ഇയാളെന്നെ ഇവിടെ വിട്ടിട്ട് പോവുകയാണോ? അതെങ്ങനെ ശരിയാവും? ഇവിടെ ഒന്ന് പുറത്ത് കിടക്കാൻ എനിക്ക് അറിയില്ലല്ലോ. സാർ, എന്നെയും കൊണ്ട് പോകുന്നേ എന്നും പറഞ്ഞവൾ അവന് പിന്നാലെ നടന്നു. സാർ, ഒന്ന് നിൽക്ക്. സാർ എന്തിനാ ഈ കൊടുങ്കാട്ടിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങനെ ധൃതി നടക്കുന്നേ? പോരാഞ്ഞ് ഇരുട്ടും. നേരെ ഈ നിലാവെളിച്ചത്തിൽ സാറിന് സ്പീഡ് നടക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. നിനക്ക് നിന്റെ വഴി എന്നും പറഞ്ഞ് ഈ കാട്ടിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാനാണ് പ്ലാനെങ്കിലേ നടക്കില്ല സാർ. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാന്നേ. നീ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ നടന്നു. അന്നേരം അവൻ അവളെ ശ്രദ്ധിക്കാതെ നടത്തം തുടർന്നു. എടോ, തനിക്ക് എന്താടോ ചെവി കേട്ടൂടെ? ഞാനല്ലേ പറഞ്ഞ് എനിക്ക് ഒറ്റയ്ക്ക് പേടിയാന്ന്? നിഹ നടത്തത്തിന്റെ വേഗത കൂട്ടി അവന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഇപ്പം നിനക്ക് വേണ്ടേ? ആദം അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ വേണ്ടതെന്നോ? അതെന്ത് ചോദ്യാ? എടോ, താൻ നടക്കുമ്പോൾ എന്നെ കൂടെ ശ്രദ്ധിച്ചൂടെ? എന്നെ വല്ലവരും പിടിച്ചുകൊണ്ട് പോയാ താൻ സമാധാനം പറയോ? ഞാൻ എന്തിന് സമാധാനം പറയണം? അതിന് നീ എൻ്റെ ആരാ? എൻ്റെ വെറും ഒരു സ്റ്റാഫിനെ ചേർത്ത് പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വേണേ നടക്ക്. അതും പറഞ്ഞവൻ അവളെ മറികടന്ന് നടക്കാനൊരുങ്ങി. ആഹാ, വേണേ നടക്കുന്ന? എടോ, താൻ ഇതിനു വേണ്ടിയാ എന്നെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്ന്? ദേഷ്യവും പരിഭവവും ഇടകലർത്തി നിഹ ചോദിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അപ്പം തന്നെ നിന്നോട് ഇറങ്ങി വരാൻ ഞാൻ പറഞ്ഞു? ആദം ചോദിച്ചു. അത് ശരി, ഇപ്പോൾ അങ്ങനായി. അങ്ങനെ താൻ വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ അതിന് ചുമ്മാതൊന്നുമല്ല. ദേ, ഇത് കണ്ടോ? ഇത് കെട്ടിയത് താനാണേ. തൻ്റെ ഒപ്പം നടക്കുക മാത്രമല്ല, തന്നെ കൊണ്ട് എന്നെ എടുപ്പിക്കാനും എനിക്കറിയാം. നിഹ തൻ്റെ കഴുത്തി കിടക്കുന്ന താലി അവന് നേരെ കാട്ടിക്കൊണ്ട് പറഞ്ഞു. നിന്നെ എടുക്കാനോ? എൻ്റെ പട്ടി എടുക്കും നിന്നെ. ആദം അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണല്ലേ, ശരി, ഞാൻ കാണിച്ചു തരാം എന്നും മനസ്സിൽ പറഞ്ഞു. അവനെ കൊണ്ട് തന്നെ എങ്ങനെ എടുപ്പിക്കാം എന്നാലോചിച്ചു അവൾ പിന്നാലെ നടന്നു. വീണപ്പോഴേക്കും കാലിലെ ചെരുപ്പൊക്കെയും നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ ചെരുപ്പിടാതെയാണ് അവളുടെ നടത്തം. അവനിട്ടത് ഷൂസായിരുന്നു, അതിനാൽ ഷൂസ് അതുപോലെ തന്നെയുണ്ട്. ഇരുവരും നടത്തം തുടർന്നു. ഇതിനിടയിലാണ് അവളുടെ കാലിലേക്ക് എന്തോ ആഴ്ന്നിറങ്ങുന്നത്. കടുത്ത വേദനയാലെ അവൾ നിലവിളിച്ചു. അവൾ അവിടെ തന്നെ തളർന്നിരുന്നു പോയി. ശബ്ദം കേട്ട് ആദം തിരിഞ്ഞു നോക്കിയപ്പോൾ നിഹ നിലത്തിരുന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ്. സാർ, എൻ്റെ കാലിൽ എന്തോ കൊണ്ടു സാർ. സാർ, ഒന്നിങ്ങ് വരൂന്നേ. സാറോ? ഇത്രയും നേരം അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ വിളിച്ചേ. എടോ, പോടോ താൻ. എടി നുണച്ചി, വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക്. ഇല്ലല്ല, അവിടെ ഇരിക്കുകയുള്ളൂ. തന്നെ കൊണ്ട് അവളെ എടുപ്പിക്കാനുള്ള ട്രിക്കാണെന്ന തോന്നലിൽ അവൻ അവളെ പൂച്ഛിച്ചു നടത്തം തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അന്നേരം പിറകിൽ അവളില്ലായിരുന്നു. അവള് ഇതെവിടെ പോയി എന്ന തോന്നലിൽ അവൻ തിരിഞ്ഞു നടന്നപ്പോൾ നേരത്തെ ഇരുന്ന അതേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവൾ തൻ്റെ കാലിൽ ആഴ്ന്നിറങ്ങിയ ചില്ല് കഷ്ണം എടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ചില്ലിനരികിലേക്ക് കൈ എത്തുമ്പോൾ അവൾ തൻ്റെ കൈ പിൻവലിക്കും. കരഞ്ഞും മൂക്ക് പിഴിഞ്ഞും അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കണ്ട ആദം അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണിലേക്കും അവളുടെ കാലിലേക്കും മാറി മാറി നോക്കി. ഇങ്ങ് കാണിക്ക്, ഞാൻ എടുക്കാം. ആദം അവളുടെ കാലിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു.
എന്തിനാ ഇപ്പോൾ വന്നേ? പൊക്കോ. ഞാൻ കള്ളം പറഞ്ഞെന്നല്ലേ പറഞ്ഞ്? ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യം താനെ കുറഞ്ഞു വന്നു. അവളുടെ കാലിൽ ഊതിക്കൊണ്ട് അവളെ വേദനിപ്പിക്കാതെ കാലിൽ നിന്നും ചില്ല് കഷ്ണം വലിച്ചെടുത്തു. അന്നേരം അവൾ കുഞ്ഞിനെ പോലെ ഉറക്കെ നിലവിളിച്ചു. അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന തൂവാലെടുത്ത് മുറിവിൽ കെട്ടിക്കൊടുത്തു. ശേഷം അവളോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവളെ കൈകളിലെടുത്ത് മുന്നോട്ട് നടന്നു. അന്നേരം അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് അവൾ നോക്കി നിന്നു. ഈ ഡ്രാക്കുളക്ക് ദേഷ്യം കൊള്ളുമ്പോൾ എന്തൊരു ഗ്ലാമറല്ലേ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടെ ആ സ്വഭാവം കാണുമ്പോഴേ തോന്നലൊക്കെ അങ്ങ് ആവിയായി പോകും. നിഹ അവൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു. തൻ്റെ ചോര ഊറ്റുന്ന പെണ്ണിനെ കണ്ടിട്ടും അവൾ കണ്ടില്ലെന്ന് നടിച്ചു. ബുദ്ധിമുട്ടാണേ താഴെ ഇറക്കിയേക്ക്, ഞാൻ നടന്നോളാം, നിഹ പതിയെ പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നടക്കാം, ആദം മറുപടി നൽകി. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് നടന്നപ്പോഴേക്കും എനിക്ക് മടുത്തിരുന്നു. ഇതിപ്പോൾ ലാഭമായില്ലേ? എന്നാ വായും പൂട്ടി അവിടെ അടങ്ങിയിരുന്നു, ഇല്ലേലേ വല്ല പൊട്ടക്കിണറ്റിലും തള്ളും ഞാൻ. ആദം അവളെ ശാസിച്ചു. എനിക്കറിയാം സാർ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. സാറിന് എന്നെ ഒത്തിരി ഇഷ്ടമല്ലേ? അല്ല സാറേ, എന്നോട് എത്ര ഇഷ്ടമുണ്ട് സാറേ. കുന്നോളാണോ അതോ കുന്നിക്കുരുവോളാണോ? എനിക്കറിയാം കുന്നോളം തന്നെയാ, പക്ഷെ കാണിക്കുന്നത് കുന്നിക്കുരുവോളാണെന്ന് മാത്രം. സാർ കുന്നോളം സ്നേഹം കാണിക്കും, അപ്പോൾ സാറിന് മറ്റേ മൂഡിലായിരിക്കുമെന്ന് മാത്രം അല്ലേ സാറേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമില്ല. ആദം ദേഷ്യത്തിൽ തന്നെയാണ്. ശരി, അല്ലെങ്കിലല്ല. അതൊക്കെ പോട്ടെ, നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എങ്ങനെയാ പുറത്ത് കിടക്കും? പുറത്ത് കടന്നല്ലേ പറ്റൂ. ഇന്നിനി ഒന്നും നടക്കില്ല. നാളെ നേരം വെളുത്തിട്ട് നോക്കാം, ആദം പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് പറ്റുവാണെങ്കിൽ തലയും കുത്തി മറിഞ്ഞേക്ക്. അല്ല പിന്നെ. ആദം പിന്നെയും അവളെ പുച്ഛിച്ചു. ഞാനെത്തിന് തലകുത്തി മറിയണം? വേണേ താറ് മറിഞ്ഞു. എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തേലും കഴിക്കാൻ വേണം. നിഹ തൻ്റെ വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. കഴിക്കാനാണെങ്കിൽ കരിയില ഇഷ്ടം പോലെയുണ്ട്. അതിനിടയിൽ പാറ്റയും പഴുതാരയും തേളും തേരട്ടയും ഒക്കെ കാണും. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്ക്, പൊളിയായിരിക്കും. സാറെന്താ കളിയാക്കിയതാ? എനിക്ക് ശരിക്കും വിശക്കുവാന്ന്. അല്ല പിന്നെ, പാതിരാത്രിയിൽ ഈ കൊടും വനത്തിലേക്ക് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിക്കാം. ഇഡിയറ്റ്. ദനിഹ, ഇനി മിണ്ടിയ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. ആദം പറഞ്ഞപ്പോൾ നിഹ ചെറുതായി പേടിച്ചു. പേരറിയാത്ത ഈ വനത്തിലെ വനദേവതമാരെ, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തണേ. എന്നെ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി, ബാക്കിയുള്ളവർ എങ്ങനെയും രക്ഷപ്പെട്ടോളും. ദേവതേ, എന്നെ രക്ഷിക്കാൻ ഒരു മാലാഖ അയച്ചാൽ മതി കേട്ടോ. മാലാഖ? ഏഞ്ചൽ? ഞാൻ ഏഞ്ചലിൻ്റെ ചിറകിലിരുന്ന് പറക്കുമ്പോൾ ചിലർ ഇവിടെ നിന്ന് പ്ലിങ്ങി നോക്കുന്നത് എനിക്ക് കാണണം. നിഹ അവനെ ദേഷ്യം കയറ്റാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിഹയുടെ ഏഞ്ചൽ എന്ന പ്രയോഗം ആദമിൻ്റെ മനസ്സിലൂടെ പഴയ ഓർമ്മകൾ കടന്നുപോയി. തൻ്റെ കുഞ്ഞനിയത്തി ഇസയെ നയിച്ചതുമായുള്ള ചില നിമിഷങ്ങളായിരുന്നത്. ഇച്ചൻ അവിടെ നിന്ന് ഇറങ്ങിയോ? ഇല്ലടാ, ഈവനിങ് ആണ് ഫ്ലൈറ്റ്, ആദം പറഞ്ഞു. എന്നാ ഇച്ചൻ വരണ്ടട്ടോ. വരണ്ടെന്നോ? അപ്പോൾ അവളുടെ കവിള് നോക്കി ഒരെണ്ണം കൊടുത്തു. നീ എന്നെ ഇസക്കൊച്ചിനെ വേദനിപ്പിക്കും അല്ലടി മാക്കാച്ചി തവളെ. ഈ നിൽക്കുന്നത് ആദം ജോണിൻ്റെ ഒരേ ഒരു പെങ്ങളാടി. ഇനി എങ്ങാനും നീയോ നിന്റെ കൂട്ടുകാരോ എൻ്റെ ഇച്ചൂനെ കരയിപ്പിച്ചെന്നറിഞ്ഞാ പിന്നെ നീ തീർന്നടി സ്റ്റുപ്പിഡ് മങ്കി ഫേസ്. ഇതെങ്ങനെ പറയും? ആദം ചിരി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ച ഇത് പറയണ്ടെന്നേ. പറയണ്ടേ? പിന്നെന്താ അവള് ചെയ്യാ? വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തിയാൽ മതിയോ? അയ്യോ ഇച്ചേ, ഇതൊന്നും വേണ്ട. അവൾ ആരാന്നറിയോ ഇച്ചക്ക്? നിഹാരിക എന്നോ മറ്റല്ലേ പേര്? അല്ലയോടി ചൂസ്, നീ എന്നെ പെണ്ണൊന്നും മിണ്ടാത്തേ? ആദം ചോദിച്ചു. ഇച്ചേ, ഈ നിഹാരിക തന്നെയാ വർഷങ്ങളായി ഞാൻ കാണാൻ കാത്തിരുന്ന എൻ്റെ ഏഞ്ചൽ. എൻ്റെ ഏഞ്ചലിനെ ഇച്ചക്ക് അറിയില്ലേ? കുഞ്ഞ് ഈസയുടെ ജീവൻ രക്ഷിച്ച കുഞ്ഞ് ഏഞ്ചലല്ലേ? അതെങ്ങനെ മറക്കാൻ പറ്റുമോ? അല്ല, നീ എങ്ങനെ ഇക്കാര്യം അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനന്ന് ഇച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ചെയിൻ എന്തേ? അതെനിക്ക് വേണം കേട്ടോ. അവളുടെ ബർത്ത്ഡേ മെയ് ലാസ്റ്റാണെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് അവളുടെ ചെയിൻ തിരികെ കൊടുക്കണം. അന്ന് ഞാൻ അവളോട് പറയും, എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ മാലാഖയെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ മാലാഖ എൻ്റെ തൊട്ട് മുന്നിലുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. എൻ്റെ ഇച്ചൂസ്, ഇതിപ്പോൾ വൻ ട്വിസ്റ്റാണല്ലോ. നിൻ്റെ വാക്കും കേട്ട് അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇല്ലാത്ത ടൈം ഉണ്ടാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത ഞാൻ ആരായി? എന്തായാലും ടിക്കറ്റ് എടുത്തില്ലേ, ഞാൻ അങ്ങോട്ട് വരട്ടെ. നിൻ്റെ കുഞ്ഞു മാലാഖയെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ കുഞ്ഞു മാലാഖ വലിയ കൊച്ചായില്ലയോ?
എന്നാൽ വലിയ മാലാകെ കണ്ടു കളയാം. തീർച്ചയായി 3 വർഷം ബെസ്റ്റ് സ്റ്റുഡൻറ് ഡിസൈനർ ഓഫ് ദി ഇയർ ആയി വിലസി നടന്ന നിഹാരികയെ ഇത്തവണ ഇസ ജോൺ പിന്നിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അവൾ കൂടി അറിയട്ടെന്ന്. ആദം ജോണിൻ്റെ പെങ്ങൾ എന്തായാലും അവളേക്കാൾ ഒരുപടി മുന്നിലായിരിക്കുമെന്ന് അവൾ തിരിച്ചറിയട്ടടി. അവളല്ല ഇച്ചേ, ഏഞ്ചൽ. ആ, ഏഞ്ചൽ എങ്കിൽ ഏഞ്ചൽ. ഏഞ്ചൽ അറിയട്ടെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലം സാറിൻ്റെ എൻ്റെ നടക്കില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. ഉറപ്പാണല്ലോ. ഇനിയിപ്പോൾ അവൾ എന്നെ തല്ലി പിച്ചി ചൊറിഞ്ഞു മാന്തി എന്നൊന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. ആദം കൃത്രിമ ദേഷ്യം കാട്ടി. ഇല്ല, വിളിക്കില്ല. അവളിനി എന്നെ എന്ത് വേദനിപ്പിച്ചാലും ഞാൻ ഒന്നും തിരിച്ചു പറയില്ല. ബിക്കോസ് ഷീസ് മൈ ഏഞ്ചൽ. ഓ ആയിക്കോട്ടെ, നീയും നിൻ്റെ ഒരു ഏഞ്ചലും. ഇച്ചൂസ്, നിനക്ക് ഓർമ്മയുണ്ടോ, നീ പണ്ടൊക്കെ പറയായിരുന്നു ഞാൻ എൻ്റെ ഏഞ്ചലിനെ കണ്ടെത്തുകയാണേ അവളെ എൻ്റെ ഇച്ചൻ്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. ആദം ചെറുതായി എറിഞ്ഞു നോക്കി. യെസ്, പറഞ്ഞിരുന്നു. അതിനിപ്പോൾ എന്നാ വേണം മിസ്റ്റർ ആദം ജോൺ കളരിക്കൽ? അതായത് മിസ് ഇസ ജോൺ കളരിക്കൽ, നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിൻ്റെ ഇച്ചൻ റെഡിയാണെന്ന്. നീ ആ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങ് അയച്ചു തന്നെ, ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് പറ്റുമോന്ന്. അത് ശരി, സാർ ഇപ്പോഴും അത് മനസ്സിലിട്ട് നടക്കുക? അത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ലേ. അതുമല്ല, അന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഏഞ്ചൽ ഹിന്ദു കൊച്ചാണെന്ന്. ഇച്ചേ, ഹിന്ദു കൊച്ചിനെ നമ്മുടെ ത്രേസി കൊച്ചേ ആ പടി ചവിട്ടിക്കൂന്ന് തോന്നുന്നുണ്ടോ? എന്നാ ആ കൊച്ച് പടി ചവിട്ടാതെ കയറിക്കോട്ടെ അല്ലേ ഇച്ചൂസ്? ഇച്ച, ഞാൻ ആദ്യം ഒന്ന് അവളെ കണ്ട് സംസാരിച്ച് പഴയ കഥകളുടെ കെട്ടൊന്ന് പൊട്ടിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണോ വേണ്ടിയോന്ന്. അതുവരെ സാർ അവളുമായുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നമൊന്നും കണ്ടു കളയരുത്. പിന്നെ അതല്ലേ എനിക്ക് പണി. ഇവിടെ ബോളിവുഡ് സുന്ദരിമാർ എൻ്റെ ഒരു എസ്സിന് വേണ്ടി ക്യൂ നിൽക്കുക. അപ്പോഴാ ഇതുപോലുള്ള ഒരു നളുന്ത് പെണ്ണ് നിഹാരിക. നീ ഒന്ന് പോയ ഇച്ചൂസ്. ഇച്ചേ, അവിടെ ഇച്ചയ്ക്ക് തെറ്റിയിട്ടോ. ഇച്ചയുടെ ബോളിവുഡ് സുന്ദരിമാരെ പോലെ പുട്ടിയടിച്ച സൗന്ദര്യം എന്നല്ല നിഹയ്ക്ക്. ഇതേ നാച്ചുറൽ ബ്യൂട്ടിയാ സാറേ. പിന്നെ ഒന്ന് പോടി, നമ്മൾ എത്ര നാച്ചുറൽ ബ്യൂട്ടീസിനെ കണ്ടിരിക്കുന്നു. എന്തായാലും ഞാൻ വെക്കുക. ഓ ആയിക്കോട്ടെ. ഇച്ചൂസ്, ഞാൻ അവസാനമായി ചോദിക്കുക, നിനക്ക് ഫോട്ടോ അയച്ചു തരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, വേണ്ട. പിന്നെ അവളെ കണ്ടിട്ട് വേണം ആദമിൻ്റെ തൊണ്ടയിൽ വറ്റിറങ്ങാൻ എന്നും പറഞ്ഞ് ആദം കോൾ അവസാനിപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് ആദം വിളിക്കുമ്പോൾ ഇസക്ക് നിഹയെക്കുറിച്ച് പറയാൻ മാത്രമേ നേരമുള്ളൂ. ഇച്ചേ, ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ. നിഹ എന്നോട് സോറി പറഞ്ഞു. ഇച്ചേ, ഇന്നേ നിഹ എനിക്ക് ഷേക്കാൻ തന്നു, ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞു. അതും ഇങ്ങോട്ട് വന്നിട്ട്. അല്ലേലും അവൾ വച്ചും പാവ. അവളുടെ ബാക്കിയുള്ള കൂട്ടുകാരികളാണ് അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് ഇപ്പോഴും എന്നോട് എന്തോ ഒരു ദേഷ്യം പോലെയാ. ചേ, ഇന്നേ നിഹ എന്നോട് ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴല്ല അറിയണേ നീ ശരിക്കും ഒരു പാവം കുട്ടിയാ. ആദ്യം കാണിച്ച ദേഷ്യവും വാശിയും ഒക്കെ വെറുതെയാ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ സർപ്രൈസ് പൊട്ടിച്ചില്ല കേട്ടോ. സമയാവട്ടെ അല്ലേ ഇച്ചേ? ഇന്ന് രാത്രി നിഹയുടെ ഫ്ലാറ്റിലെ പാർട്ടിൻ്റെ അത്രേ. നിഹ എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ദേ അവളിപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇച്ചേ, ഞാൻ പാർട്ടിക്ക് പോകുന്ന വഴിയാ. പോയിട്ട് വന്നിട്ടേ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഇച്ചനെ സെൻഡ് ചെയ്ത് തരാവേ. വെയിറ്റ്. ഓരോ തവണ ഇസ ആദമിന് സംസാരിച്ച കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ കടന്നുപോയി. പിന്നീട് താൻ കണ്ടത് തൻ്റെ അനിയത്തിയുടെ മരിച്ചതിനു തുല്യമായ ശരീരം. വണ്ടിയിടിച്ച് റോഡരികിൽ കിടന്ന അവളെ പിന്നീട് ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. ദേഹം മുഴുവനും മുറിവുകളുമായി തിരിച്ചറിയാൻ പോലും ആവാത്ത വിധത്തിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ICUവിൽ മരണത്തോട് മലർന്ന അവളെ കാണാനുള്ള ശേഷിയില്ലാതെ മുന്നിലെ ചെയറിൽ തളർന്നിരുന്നപ്പോൾ താൻ ഡോക്ടറുടെ വായിൽ നിന്ന് മറ്റൊരു സത്യം കൂടി അറിഞ്ഞു. തൻ്റെ കുഞ്ഞുപെങ്ങൾ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന്. ഓർമ്മയിൽ നിന്ന് നടന്ന ആദം നടത്തം അവസാനിപ്പിച്ചു. തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു. ഒപ്പം തൻ്റെ കൈ കിടക്കുന്ന പെണ്ണിൻ്റെ ഇടുപ്പിൽ പിടിമുറുക്കി. നിഹയ്ക്ക് തൻ്റെ ഇടുപ്പിൽ വേദന അനുഭവപ്പെട്ടതും അവൾ അവനെ വിളിച്ചു കാര്യം പറഞ്ഞു. സ്വബോധത്തിലേക്ക് വന്ന ആദം അവളുടെ മുഖത്ത് പോലും നോക്കാതെ നടത്തം തുറന്നു. പൊടുന്നനെ അവൻ്റെ മുഖത്ത് സംഭവിച്ച മാറ്റം കണ്ട് നിഹയ്ക്ക് നേരിയ ഭയം തോന്നി. താൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നിഹ തന്നെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. സത്യങ്ങൾ പലതും ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുമ്പോഴും നിഹാരിക എന്ന പെണ്ണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അവൻ. ഇതിപ്പോൾ അവളായി തന്നെ ഓരോന്നും തന്നെ ഓർമ്മിപ്പിച്ചു. ആദത്തിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കുറച്ചു ദൂരം പിന്നിട്ടതും ശക്തമായ കാറ്റും മഴയും ഇരുവരെയും നനച്ചുകൊണ്ട് മഴ ആർത്തുളച്ച് പെയ്തിറങ്ങി. നിഹ തന്നെ താഴെയിറക്കാൻ പറഞ്ഞെങ്കിലും അവൻ കൂട്ടാക്കിയില്ല. അവൻ ആ മഴയത്ത് അവളെയും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞു. എങ്ങോട്ട് നടന്നാലും ചുറ്റിലും മരങ്ങളും അരുവികളും മാത്രം.
ഒടുവിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ വീട് കണ്ടതും ആദം നിഹയുമായി അതിനകത്തേക്ക് നടന്നു. അകത്തെത്തിയതും ആദം നിഹയെ താഴെ ഇറക്കി. തുറന്നു കിടക്കുന്ന പഴകിയ ജനാല വഴി മിന്നലിൻ്റെ വെളിച്ചം മുറി മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ആദം മുറി മുഴുവൻ കണ്ണോടിച്ചപ്പോൾ അവിടെ പൊട്ടിച്ച കാൻഡലിൻ്റെ പാക്കറ്റും ലൈറ്ററും കിടക്കുന്നുണ്ടായിരുന്നു. തങ്ങളെപ്പോലെ ഇവിടെ കുടുങ്ങിയവർ ആരോ ഇവിടെ ഉപേക്ഷിച്ചു പോയതാവാം എന്ന ചിന്തയോടവൻ കാൻഡിൽ തെളിയിച്ചു. ജനാല വഴി മഴ അകത്തേക്ക് ചീറ്റുന്നത് കണ്ടപ്പോൾ അവൻ ജനാല ഒരുവിധം അടച്ചു കൊളുത്തിട്ടു. നിഹ അവൻ്റെ പ്രവർത്തികൾ വീക്ഷിച്ചു തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്. ആദത്തിൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീളുന്നുണ്ട്. സാരി മുഴുവൻ നനഞ്ഞൊട്ടി കിടപ്പാണ്. അവളുടെ ഉടലിൻ്റെ ഭംഗി എടുത്ത് കാട്ടുന്നുണ്ട്. ആദം അവളോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വേറെ 2 കാൻഡിൽ ലൈറ്റ് കൂടി തെളിയിച്ചു. അത് കഴിഞ്ഞ് അവൻ തൻ്റെ ഷർട്ടും ബനിയൻ അഴിച്ചു മാറ്റി നല്ലവണ്ണം പിഴിഞ്ഞ് അവിടെ ഒരു ഭാഗത്ത് ഉണങ്ങാനായി വിരിച്ചിട്ടു. അവളെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആദം അവിടെ കിടക്കുന്ന വിറകുകളൊക്കെയും പെരക്കിയെടുത്തു തീയൊരുക്കി. പാമ്പോ പഴുതാരയോ മറ്റ് ഇഴജന്തുക്കളോ മുറിയിലേക്ക് അടുക്കില്ല എന്ന ഉദ്ദേശത്തോടെയാണ് തീ ഒരുക്കിയത്. ഇതിനിടയിൽ അവൻ്റെ നോട്ടം അവളെ തേടിയെത്തി. നനഞ്ഞ വസ്ത്രമിട്ട് നിൽക്കുന്നതിനാൽ അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സാരി മാറ്റി അവിടെ വിരിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഗൗരവത്തിൽ അത്രമാത്രം പറഞ്ഞ് അവൻ തൻ്റെ കൈയും കാലും തീയുടെ മേലെ കാട്ടി ചൂട് പിടിച്ചു. ഇതിനിടയിൽ നിഹ അല്പം മാറി നിന്ന് സാരി അഴിച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ അവളുടെ പിൻകഴുത്തിലും ഇടുപ്പിലും അലയുന്നുണ്ട്. സാരി വിരിച്ചിടാൻ ബുദ്ധിമുട്ടുന്ന നിഹയെ കണ്ട് അവൻ അവളുടെ അരികിലേക്ക് നടന്നു. തൻ്റെ മുഖത്ത് നോക്കാതെ നിന്ന് പരങ്ങുന്ന അവളൊന്ന് നോക്കുക മാത്രം ചെയ്തു. ശേഷം അവളുടെ കയ്യിൽ നിന്നും സാരി വാങ്ങിച്ച് നിവർത്തി വിരിച്ചു. അവളെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു. നനഞ്ഞ പാവാടയും ബ്ലൗസും ഇട്ടു നിഹയ്ക്ക് ശരിക്കും തണുക്കുന്നുണ്ടായിരുന്നു. അവന് തീ കൊള്ളുന്നത് കണ്ടപ്പോൾ അവൾക്കും അങ്ങോട്ട് ചെല്ലണം എന്ന് തോന്നി. കൈകൊണ്ട് വയറും മാറും ഒരുവിധം കവർ ചെയ്ത് അവനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് കുനിഞ്ഞിരുന്നു. അവന് ചെയ്യുന്നത് പോലെ ചെയ്തു. നിഹയിലേക്ക് നീളുന്ന കണ്ണുകൾ അവൻ ശ്വാസിച്ച് നിർത്തിയിരിക്കുവാണ്. അപ്പോഴാണ് അവൾ തൊട്ടരികിൽ വന്നിരുന്ന് ഓരോന്ന് കാണിക്കുന്നത്. അവൾ മുട്ടിലൂന്നിരുന്ന് മുഖം തീയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇറക്കി വെട്ടിയ ബ്ലൗസിൽ കൂടി മുൻഭാഗം പുറത്തേക്ക് എടുത്ത് കാട്ടുന്നുണ്ട്. അന്നേരം അവൻ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോവും. അതിനിടയിൽ ശക്തിയോടെ ഇടിവെട്ടി. അതോടെ അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. വീണ്ടും അതിനേക്കാൾ ഉച്ചത്തിൽ ഇടിമുഴക്കം കേട്ടതും അപ്പോഴൊക്കെ അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നിരുന്നു. തൻ്റെ സമ്മതമൊന്നും നോക്കാതെ തൻ്റെ മടിയിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിക്കൊണ്ട് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയ പെണ്ണിൻ്റെ ശരീരത്തിലെ ചൂട് അവനിലേക്ക് കൂടി പടർന്നു കയറി തുടങ്ങി. തൻ്റെ നെഞ്ചിൽ അമർന്ന അവളിലെ മൃദുലത അവനെ മറ്റേതോ ലോകത്തേക്ക് എത്തിച്ചു. നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളെ തലചരിച്ച് നോക്കിയപ്പോൾ കണ്ണുകൾ ചെന്നുടക്കിയത് അവളുടെ മാറിൻ ചുഴിയിലും. അവൾക്കൊന്ന് അനങ്ങാൻ പോലാവാതെ അവൻ അവളെ തന്നോട് അണച്ചു പിടിക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി നിന്നു. ഗൗരവം നിറഞ്ഞ മുഖത്ത് മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ വിരിയുന്നുണ്ട്. അവളുടെ നോട്ടം കണ്ടതും ആ ചുണ്ടിൽ വിരിഞ്ഞു ആരും കൊതിച്ചു പോകുന്ന ഒരു ചെറുപുഞ്ചിരി. ആ പുഞ്ചിരി ആസ്വദിക്കുന്ന വേളയിൽ നിഹയും കൈകളിലെടുത്ത് അവൻ മെഴുകുതിരി വെട്ടത്തിലേക്ക് നടന്നു. സിമന്റ് തൂവിയ തറയിൽ അവളെ പതിയെ കിടത്തി അവളുടെ മേലെ അമർന്നു. അവൻ്റെ ഓരോ നോക്കിലും വാക്കിലും തലോടലിലും ചുംബനത്തിലും അവൾ അവന് മുന്നിൽ മതി മറന്നു പോയിരുന്നു. അവൻ്റെ കൈകളാൽ അരക്കുമീതെയുള്ള അവളുടെ വസ്ത്രങ്ങൾ അടർന്നു വീണു. അവളുടെ അർദ്ധനഗ്ന മേനിയിലേക്ക് അവൻ കൊതിയോടെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർത്തി. വല്ലാത്തൊരു ആവേശത്തോടെ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി. ആദ്യം അവളെ അനുഭൂതിയുടെ കൊടുമുടിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവൻ തൻ്റെ പ്രണയം അവൾക്ക് പകത്ത് നൽകിക്കൊണ്ടിരുന്നു. ഇടയിലെപ്പോഴോ ഇച്ചുവിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് തുളച്ചു കയറി. അന്നേരം അവൻ്റെ ഭാവങ്ങൾ മാറി മറഞ്ഞു. അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ നിഗൂഢവും ക്രൂരവുമായ ഒരുതരം ചിരി അവൻ മുഖത്ത് ഒളിപ്പിച്ചു വെച്ച് അവളുടെ ഇളമേനെ അവൻ കൊത്തി വലിച്ചു. പല്ലുകൾ ആഴ്ത്തിയും നഖങ്ങൾ കൊണ്ട് പോറൽ വീഴ്ത്തിയും അവൻ വേദനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ്റെ ഇഷ്ടത്തിന് അവൾ എതിര് നിന്നില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ചുകൊണ്ട് അവൻ വല്ലാത്തൊരു ആവേശത്തോടെ അവളെ മുഴുവനായി അറിയാനുള്ള തിരക്കിലായിരുന്നു. തനിക്ക് മുന്നിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന പെണ്ണുടലിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയതും അന്നേരം അവൾ ആ കണ്ണിൽ കണ്ടത് വെറും കാമം മാത്രമായിരുന്നു. തന്നെ പറ്റാവുന്ന പോലൊക്കെയും വേദനിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നവനെ കണ്ടതും അവൾക്ക് അന്നേരം അവനോട് അറപ്പാണ് തോന്നിയത്. അവനെ പിടിച്ചു തള്ളി അവനിലെ നടന്നു മാറി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പൂർവാധികം ശക്തിയോടെ പിന്നെയും പെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ പ്രവൃത്തി അവനിലെ കോപത്തെ ആളി കത്തിച്ചു. അവൻ കത്തിച്ചു വെച്ച മെഴുകുതിരി കയ്യിലെടുത്തു. അതിൽ നിന്നും ഇറ്റ് വീഴുന്ന ചൂടുള്ള മെഴുക് അവളുടെ കൈ തണ്ടയിലേക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ അവൻ ശരിക്കും ചെകുത്താനായി മാറി. കൈയിലേക്ക് മെഴുക് വീണതും അവളുടെ നിലവിളി അവിടെ ഉയർന്നു. നിഹയുടെ കരച്ചിൽ കാതിലേക്ക് തുളച്ച് കയറുന്നത് പോലെ തോന്നിയതും ആദം തൻ്റെ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചു. നോ എന്നും പറഞ്ഞവൻ
ഉറക്കെ നിലവിളിച്ചു. ആദത്തിൻ്റെ അലർച്ച കേട്ടുകൊണ്ടാണ് നിഹ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേക്കുന്നത്. ഈ സാറിന് ഇതെന്ത് പറ്റി? താനൊന്ന് കണ്ണ് ചിമ്മിപ്പോയി. അപ്പോഴേക്കും എന്താ സംഭവിച്ചത് എന്നും ചിന്തിച്ചുകൊണ്ട് നിഹ അവൻ്റെ തോളിൽ പതിയെ കൈവച്ചു. സാർ, എന്ത് പറ്റി? തൻ്റെ മുന്നിൽ നിൽക്കുന്ന നിഹയെ കണ്ടപ്പോൾ ആദം വല്ലാത്തൊരു വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചു. ശേഷം ഒരുപാട് തവണ സോറി പറഞ്ഞു അവളുടെ മുഖം ചുംബിച്ചുകൊണ്ടിരുന്നു. എത്ര ചുംബിച്ചിട്ടും മതി വരാത്ത പോലെ. അവൻ്റെ പ്രവൃത്തി അവളെ ശരിക്കും ഞെട്ടിച്ചു. കുറച്ചു നേരമായി പരസ്പര വിരുദ്ധമായി പെരുമാറുന്ന ആദത്തിനെ നിഹ വേദനയോടെ നോക്കി. സാറിന് എന്താ പറ്റിയേ? സാർ എന്തിനാ എന്നോട് സോറി പറഞ്ഞേ? അതിന് സാറിനോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നിഹ ചോദിച്ചു. നിഹ പറഞ്ഞപ്പോഴാണ് താൻ അതൊക്കെയും വെറുതെ ചിന്തിച്ചു കൂട്ടിയതാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. അന്നേരമാണ് അവന് ശ്വാസം നേരെ വീണത്. അവളെ അതുപോലെ വേദനിപ്പിക്കേണ്ടി വന്നാ പിന്നീട് ആദം ജോൺ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കില്ല. എങ്ങനെ തനിക്ക് അങ്ങനെയൊക്കെയും ചിന്തിക്കാൻ കഴിഞ്ഞു? ആദം ഓർത്തു. അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ധൃതിയിൽ പുറത്തേക്ക് നടക്കുമ്പോൾ നിഹ അവനെ പിന്നിൽ നിന്ന് വിളിച്ചു നിർത്തി. സാർ, ശരിക്കും സാറിൻ്റെ പ്രശ്നം എന്താ? ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ സാർ ഇത്രയും അസ്വസ്ഥമാവുന്നത്? അവൻ്റെ അവസ്ഥ നിഹയെ വേദനിപ്പിച്ചു. അല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിഹ, നീ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷേ ആദം മുഴുവനാക്കിയില്ല. എന്താ സാർ ഒരു പക്ഷേ? ഒന്നുമില്ല, നാളെ ഇവിടെ നിന്ന് പുറത്തു കിടന്നാൽ നമ്മൾ തിരികെ കൊച്ചിയിലേക്ക് മടങ്ങും, ആദം പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ വീട്ടുകാർ പിണങ്ങില്ലേ? പിന്നെ നമ്മുടെ മിന്നുകെട്ട് അത് നടക്കണ്ടേ? വേണ്ട, ഒന്നും വേണ്ട, ഞാൻ മുംബൈയിലേക്ക് തിരിച്ചു പോവാം. നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. നിൻ്റെ ഏട്ടനോട് ഞാൻ സംസാരിച്ചു, സോറി പറഞ്ഞോളാം. ഡിവോഴ്സ് അത് സമയമാകുമ്പോൾ ഞാൻ തന്നോളാം. നീ ഏജയിൽ ഇനി വർക്ക് ചെയ്യേണ്ട, വേറെ എവിടെയെങ്കിലും ആയി എൻ്റെ കണ്ണെത്താ ദൂരത്ത് പോയിക്കോ. വേണേ ഒരു ജോലി ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇനി നമ്മൾ തമ്മിൽ കാണാത്തതാണ് നല്ലത്. ആദം അവളെ നോക്കാതെയാണത് പറഞ്ഞത്. അത് ശരി, അപ്പോൾ സാർ നൈസായിട്ട് അയൺമാൻ ആവാൻ നോക്കുക അല്ലേ? നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ തിരികെ മടങ്ങുന്ന ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ. ഒരു പക്ഷേ സാറിന് അങ്ങനെയായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. താലിബന്ധം ആയിരിക്കും. നിനക്കത് വെറും ചരടല്ലേ? ആദം അവളെ പുച്ഛിച്ചു. താലി ഒരു ഘടകമാണ്. അന്നപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ ചിലപ്പോൾ എന്തേലും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും മനഃപൂർവ്വമല്ല. എന്നെയും സാറിനെയും ബന്ധിപ്പിക്കുന്നത് ഈ താലിച്ചരട് തന്നെയാണ്. അതുകൊണ്ട് ഈ താലി എനിക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ്. താലിബന്ധം പോലെ നമ്മൾ തമ്മിൽ മറ്റൊരു ബന്ധം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ സാറിനത് ഓർമ്മയില്ലായിരിക്കും, പക്ഷേ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. സാറിൻ്റെ ശരീരത്തൊടുമ്പോൾ ഞാൻ ആദ്യം വാശിക്ക് ചെറുതായി എതിർക്കുമെന്നല്ലാതെ പിന്നീട് ഞാൻ സാറിൻ്റെ കാട്ടിക്കൂട്ടലുകൾ നിന്ന് തന്നതേ എൻ്റെ കെട്ടോടാണുള്ള ഒരൊറ്റ ബന്ധത്തിൻ്റെ പുറത്താ. ഇനി അങ്ങോട്ട് എൻ്റെ ശരീരത്തിൻ്റെ അവകാശി സാറ് മാത്രമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ സാറിനോട് പൊയ്ക്കൊള്ളാൻ പറയുന്നത് എവിടത്തെ ന്യായം? എന്നെ തൊട്ടിട്ട് മറ്റൊരുത്തിയെ തൊടാന്ന് കരുതിയോ? വിടില്ല ഞാൻ. സാറിനെ വെട്ടി ഞാനിനി എങ്ങോട്ടുമില്ല. എനിക്ക് സാറ് മതി, നീ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. വേണ്ട, നിനക്കെന്നെ വേണ്ട. നീ എൻ്റെ അരികിലുണ്ടാവും തോറും നിനക്ക് ദോഷ. ആദം പിന്നെയും അവളെ തടഞ്ഞു. അന്നേരം നിഹ അവൻ്റെ പിന്നിലൂടെ വന്നവനെ ഇറുകെ പുണർന്നതും ആദമിൻ്റെ കണ്ണുകൾ മീഞ്ഞു വന്നു. എൻ്റെ സാറിന് ഇതെന്താ പറ്റിയേ? നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? എനിക്കറിയാം, അതുതന്നെയാ. സോറി പറഞ്ഞാൽ സാറിന് ഇഷ്ടമാവില്ല. എന്നാ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ? അവനൊന്നും മിണ്ടിയില്ല. പറയട്ടേന്ന്. എന്താ നിനക്ക് പറയാനുള്ളത്? ആദം ഗൗരവത്തിൽ ചോദിച്ചു. അന്നേരം നിഹ അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. അവൻ്റെ കാലിന് മീതെ കയറി നിന്ന് അയ്യ എന്നും പറഞ്ഞ് അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. ലവ് എന്നും പറഞ്ഞ് മുക്കിൻ തുമ്പി ചുംബിച്ചു. യു എന്നും പറഞ്ഞ് ചുണ്ടിൽ പതിയെ ചുണ്ട് ചേർത്തപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ആദം അവളെ തന്നെ നോക്കി. എന്താ നീ ഇപ്പോൾ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ, ആദം വിശ്വാസം വരാതെ ചോദിച്ചു. അന്നേരം അവൾ അവൻ്റെ കാതോരം പ്രണയത്തോടെ മുഴിഞ്ഞു. ഐ ലവ് യു ചായ എന്നും പറഞ്ഞോട് നാണത്തോടെ മുഖം വെട്ടിച്ച് നിന്നപ്പോൾ ആദം അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? അത് പിന്നെ ഐ ലവ് യുന്ന്. അതല്ല, അത് കഴിഞ്ഞ് എന്താ പറഞ്ഞെന്ന്. അത് കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞിരുന്നു, ഞാൻ കേട്ടതാ. ഇല്ലെന്നേ, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ, നീ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ നിഹ? അവളുടെ കഴുത്തിലേക്ക് മുഖമുരസിക്കൊണ്ട് ആദം ചോദിച്ചു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിലും തോളിലും അമർന്നു. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ മാറടിക്കിൽ അമർത്തി ചുംബിച്ചപ്പോൾ നിഹ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. ഇച്ചേ വേണ്ട, പ്ലീസ് വേണ്ടെന്നേ. ആ ഒരൊറ്റ വിളി മതിയായിരുന്നു അവനെ ആ പഴയ ആദമാക്കി മാറ്റാൻ. അവളുടെ ചുണ്ടുകൾ പൂർണ്ണമായി അവൻ്റേതാക്കി മാറ്റുമ്പോൾ അവൻ തൻ്റെ വയറിലും മാറിലും കുറുമ്പ് കാട്ടിയതും നിഹ ആദ്യമായി നിറഞ്ഞ മനസ്സോടെ അവനിലെ പ്രണയത്തെ ഏറ്റുവാങ്ങി.